കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. സത്യപ്രതിജ്ഞ ചെയ്ത് 2 ദിവസത്തിന് ശേഷമാണ് മന്ത്രിമാർക്കുള്ള വകുപ്പുകൾ ഔദ്യോഗികമായി നിശ്ചയിച്ച് രാജ്ഭവൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട 35 വകുപ്പുകൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കീഴിലാണ്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ അംഗീകാരത്തോടെയാണ് വകുപ്പ് വിഭജനത്തിന്റെ അന്തിമ പട്ടിക പുറത്തിറക്കിയത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ധനകാര്യം, നികുതി, ലോട്ടറി, ട്രഷറി, KSFE, പ്ലാനിംഗ്, പൊതുഭരണം, നിയമം, ആഭ്യന്തര നയതന്ത്ര കാര്യങ്ങൾ, ഓൾ ഇന്ത്യ സർവീസ്, മെട്രോ റെയിൽ, തുറമുഖം, വിമാനത്താവളങ്ങൾ, റെയിൽവേ, ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്, പ്രവാസികാര്യം, ദുരന്ത നിവാരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കും യുവ നേതാക്കൾക്കും മികച്ച പരിഗണനയാണ് വകുപ്പ് വിഭജനത്തിൽ ലഭിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, കയർ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. കെ മുരളീധരൻ ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, ആയുഷ്, ഭക്ഷ്യസുരക്ഷ, ദേവസ്വം കൈകാര്യം ചെയ്യുമ്പോൾ സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യങ്ങൾ, അനർട്ട് വകുപ്പുകൾക്ക് നേതൃത്വം നൽകും. AP അനിൽകുമാർ ലാൻഡ് റവന്യൂ, ഭൂമി പരിഷ്കരണം, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് വകുപ്പുകളുടെ മന്ത്രിയായി ചുമതലയേൽക്കും. PC വിഷ്ണുനാഥ് ടൂറിസം, സാംസ്കാരികം, KSFDC, ചലച്ചിത്ര അക്കാദമി വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ റോജി M. ജോൺ ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, പ്രവേശന പരീക്ഷ കമ്മീഷണറേറ്റ്, NCC എന്നീ വകുപ്പുകൾ നിയന്ത്രിക്കും. T. സിദ്ദിഖ് കൃഷി, മണ്ണ് പരിവേഷണവും സംരക്ഷണവും, കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ കൈകാര്യം ചെയ്യുമ്പോൾ M. ലിജു സഹകരണം, എക്സൈസും കൈകാര്യം ചെയ്യും. ബിന്ദു കൃഷ്ണ തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വനിതാ ശിശുവികസനം. K. തുളസി പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗ വികസനം. OJ ജനീഷ് കായികം, യുവജനകാര്യം, രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പ്, മൃഗശാലകൾ എന്നീ വകുപ്പുകൾ നിയന്ത്രിക്കും. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിന് ശക്തമായ വകുപ്പുകളാണ് ലഭിച്ചിട്ടുള്ളത്. വ്യവസായം, വാണിജ്യം, IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്റ്റാർട്ടപ്പുകൾ, മൈനിംഗ് ആൻഡ് ജിയോളജി PK കുഞ്ഞാലിക്കുട്ടി നിയന്ത്രിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ മിഷൻ, ഹജ്ജ്, വഖഫ്, ന്യൂനപക്ഷക്ഷേമം എന്നിവ N. ഷംസുദ്ദീൻ നിയന്ത്രിക്കും. അതേസമയം KM ഷാജി തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, കില എന്നീ വകുപ്പുകളുടെ ചുമതലകൾ നിർവഹിക്കും. PK ബഷീറാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി എന്നിവ V. അബ്ദുൽ ഗഫൂർ കൈകാര്യം ചെയ്യും. മറ്റ് ഘടകകക്ഷി മന്ത്രിമാർ മോൻസ് ജോസഫ് ജലവിഭവം, ഭൂഗർഭജല വകുപ്പ്, ജല അതോറിറ്റി, ഭവന നിർമ്മാണം എന്നിവ കൈകാര്യം ചെയ്യും. ഷിബു ബേബി ജോൺ വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം കൈകാര്യം ചെയ്യും. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുമ്പോൾ ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം എന്നിവ CP ജോൺ നിയന്ത്രിക്കും. അധികാരമേറ്റയുടൻ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി പുതിയ മന്ത്രിസഭ മുന്നോട്ടു പോവുകയാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുവാനും മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുവാനുമുള്ള തീരുമാനങ്ങൾ ഇതിനോടകം തന്നെ മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വികസന പദ്ധതികളുമായി പുതിയ സർക്കാർ മുന്നോട്ടു പോകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്.